വീഡിയോ എടുക്കുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്. ലൂക്കാച്ചന്റെ ഫാൻ ഇവിടെ ഇവിടെ അങ്ങളെ ഇവിടെ ഇവിടെ അങ്ങളെ പോയടാ. നമ്മൾ ചെന്നൈക്ക് തിരിച്ചിരിക്കുകയാണ്. ചെന്നൈക്ക് സീറ്റ് ബുക്ക് ചെയ്ത് ട്രെയിൻ ബുക്ക് ചെയ്ത് പണി കിട്ടി. 1300 രൂപയും കൊടുത്ത് ഒരു സീറ്റ് 2 പേര് വെച്ചാണ്. ഒരു സീറ്റിൽ 2 പേരുടെ പോയാൽ വേണം. ഇപ്പൊ അവിടെ വേറെ ഒരാൾ കയറിയിരിക്കുന്നത്. അവനെ കണ്ട നമ്മളെ സീറ്റ് ചോദിക്കാൻ പേടി, വെള്ളം ഇറക്കുന്നില്ല ഇങ്ങനെ. അപ്പം കാണാം വിശേഷങ്ങൾ. എല്ലാരെത്തി. അഞ്ചത്തെ അതിന്റെ പ്രതീക്ഷയില്ലല്ലേ? ഈ തെണ്ടിയൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവര് നേരത്തെ എണീറ്റ്. ഞാനും നാരായണൻകുട്ടിയാണ് ഏറ്റവും ലാസ്റ്റ് ആള് ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഏറ്റവും ലാസ്റ്റ്. ഇല്ലടാ ഡോക്യുമെന്ററി ഇടാ വരൂടാ ഒരു നാൾ. ചായ വരാനായിട്ടാണോ? ചായ കുടിക്കാൻ പോകും. കിങ്സ് മാത്രമേ ഉള്ളൂ. സോ ലൊക്കേഷനിലാണ്. കാറിപ്പോൾ വരും. ഇപ്പോൾ ഒരു ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ രാവിലെ ഇറങ്ങി അവിടെ ചായ കുടിച്ചു. ഞാൻ നാരായണൻകുട്ടി ടീം റെഡിയാണ്. ഊബറിന് വേണ്ടി വെയിറ്റിംഗ്. ഊബർ ഇപ്പോൾ എത്തും. സ്ഥലം കുറച്ച് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. രാവിലത്തെ ആഹാരമൊക്കെ എന്ത് കഴിക്കണം ആഗ്രഹം? മസാല ദോശ, കോഫി, ചട്ടണി. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോകുന്നു. ഒന്ന് ഫ്രഷ് ആവും. കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. ഉച്ചക്ക് നല്ല തമിഴ്നാട് സൈഡ് ബിരിയാണി കഴിക്കും. തമിഴ്നാട് സൈഡ് അല്ല, തമിഴ്നാട് സൈഡ് നല്ല തലപ്പാക്കിട്ട് എന്ന് പറയും. പക്ഷെ ഒരു ബിരിയാണി ബിരിയാണി കാർത്തി. Let's go. Get in. Okay, let's go. ഫുഡ് കഴിക്കാതിരുന്നിട്ട് അവന് ഗ്യാസ് കയറിയതാണ്. അതാണ് ഡീഹൈഡ്രേഷൻ. പിന്നെ എന്തിനാണ് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുന്ന എന്ത് കുടിച്ചെന്ന് പറയാമോ? മൗണ്ടൻ ഡ്യൂ. ഇത്രയ്ക്കും ശുദ്ധവെള്ളം അങ്ങനെ വേറെ ഇല്ല. മൗണ്ടൻ ഡ്യൂ. പിന്നെ ഷുഗർ കുറച്ച് കുറവാണെങ്കിലോ മൗണ്ടൻ ഡ്യൂവിൽ നിന്ന് കരുതി അവൻ കുടിച്ചത് ജ്യൂസ്. അല്ലോ നല്ല വിഷയത്തല്ലേ. ഹായ് 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 ഹായ്. கேரளாவிலே நம்ம ஓட்டோ சைடுக்கு பக்கத்துல ஊபர் வந்து ட்ரிப் எடுத்துட்டேன்னா அங்க பிரச்சனை பண்ணுவோம். அப்படி இல்லை இல்லையா? ട്രിവാൻഡ്രം പോലെ ഇരിക്കുന്നുണ്ട് ചെന്നൈ. കാരണം 2 സൈഡിലും മറ്റേ ഗുൽമോഹറും പുളി പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചി പോലെ അല്ല. കൊച്ചിയിൽ മരങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് പാലാരിവട്ടത്തുനിന്ന് ഇടപ്പള്ളി ആകുമ്പോഴുള്ളൂ. നല്ല രസമുണ്ട്. 2 സൈഡിലും മരവും. ടീനഗർ എന്താണെന്നറിയാവോ? പച്ചപ്പ് നിറഞ്ഞൊരു സിറ്റി. അതാണ് ചെന്നൈ സിറ്റി. അതാണ് പച്ചയായ സിറ്റി എന്ന് പറയുന്നത്. Evergreen city in the southwest. Yeah. Inside of the. That's true. Encyclopedias in the like yes, right. Cycles of the solar cycles. It's very tough. Yeah. It's the constellation of the constipation. Yeah. 2 or 3 families in one room. That's right. That's true. You are saying fact. Cycling is very beautiful. This morning walking is very beautiful. After eating is very beautiful. After Uchaki is very eating. After bathroom. Yeah. If
Anyone so eating food after bathroom going? If Narayankuti is very bad guy. If Narayankuti is telling it's not. ആർക്കൊന്നും മനസ്സിലാവില്ല വാട്ടാണ് നാരായണൻകുട്ടി സ്റ്റോക്ക്. Maravil Narayan, Rainbow Narayan. അപ്പോ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇഷ്ടപ്പെട്ടു ബാഗ് എടുക്കും. ഹായ്, നമ്മളെ കൂടെ വന്നാണ് ആൾക്കാരെ പറ്റി. ശ്രീനഗർ ടീ. ഇതാണ് മുരുകൻ ഇഡ്ഡലി കണ്ട നാരായണൻകുട്ടി സജസ്റ്റ് ചെയ്തത് കേരള ഫുഡിന്റെ സ്റ്റോറി ആണ്. എന്തായാലും കടയൊക്കെ തുറന്നു വെച്ചാൽ സാധനമൊക്കെ പറഞ്ഞ് സാധനം എന്താ വണ്ടിയിൽ കൊണ്ടിറക്കുന്നത്. അവിടെ ഫുഡ് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും ഇല്ലേ? അറിയില്ല. ഈ സമയത്ത് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഹായ് 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 ഹായ്. ഇഡലി മട്ടൻ ദോശ ഇഡലിയും പറഞ്ഞിട്ടുണ്ട്, മസാല വട വന്നിട്ടുണ്ട്. ഇത് മിന്റ് ചട്നി, ഇത് നമ്മൾ തേങ്ങാ ചട്നി. ഇതെല്ലാം ചട്നി കാര ചട്നി ആയിരിക്കും. കാര മീൻസ് എന്താണെന്ന് എനിക്കറിയില്ല. ഇതിന് സോഫ്റ്റടാ, സോഫ്റ്റ്. ആ സോഫ്റ്റ്. മസാല ദോശ എന്താ ഇഡ്ഡലി ഉണ്ടാക്കിയത് മസാല പിടിക്കണം. അവിടെ വിജയപ്പെടി നീ മസാല ദോശ ഇഡ്ഡലിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് മസാല ദോശ ഇഡ്ഡലിയാണ് ഇഷ്ടപ്പെട്ടത്. മസാല ദോശ ബില്ല് നമ്മളെന്താ കഴിച്ച് 3 ഇഡ്ഡലി രണ്ട് മസാല ദോശ 3 450, കോഫി 60, 120, 150, 200, 7 ഇവിടെ ആരുടെ ഇത് ഒരു 960. That's what I expect. How much? 1200. 920. അടുത്താണ്. ഇല്ലടാ, ഇതൊക്കെ വില കൂടും. പിന്നെ അതുമല്ല, ഇത് ടി നഗറിലാണ്, അത്യാവശ്യം പോപ്പുലർ ഏരിയ, പോപ്പുലർ ഫ്രാഞ്ചൈസ്. തികഞ്ഞല്ല. കോഫി എങ്ങനെയുണ്ട്? മസാല ദോശ അടിപൊളിയായിരുന്നു. പിന്നെ കോഫി ഇത്തിരി കയ്പുണ്ടെങ്കിലും കോഫി ഇച്ചിരി കുറവായിരുന്നു. നമുക്കത് അങ്ങനെ ഫിൽറ്റർ കോഫി അങ്ങനെയാണ്. പിന്നെ എല്ലാവരും ആളുടെ എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷേ മസാല ദോശയുടെ മസാല ഇല്ല, കിട്ടില്ലായിരുന്നടാ. ഞാൻ ഇഡ്ഡലിയാണോ ആദ്യം നല്ലൊരു അടിപൊളിയാവുമെന്ന് വിചാരിച്ച് ഇഡ്ഡലി എന്നാണ്. പക്ഷേ മസാല ദോശ കിട്ടിയപ്പോൾ മതിയായി. ശരിക്കും പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മാത്രമല്ല, വെജിറ്റബിളിന്റെ ഒരു ഇത് തന്നെയുണ്ട്. നമ്മളെ കിട്ടുന്ന മസാല ദോശ ഉരുളക്കിഴങ്ങ് മാത്രം. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഉരുളക്കിഴങ്ങ് മാത്രം കുറച്ച് ഉരുളക്കിഴങ്ങ് മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട് ഉപ്പ് ഇട്ടുന്നത് കുഴച്ച് വെച്ച് അതിനകത്തോട്ട് വെച്ചിരുന്നു. പിന്നെ മറ്റേ രാമേശ്വരം കഫേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ മാത്രം വാരിക്കോരി അങ്ങനത്തെ പരിപാടി ഇല്ല. എണ്ണേരെ ബഹളമൊന്നുമില്ല. അത്യാവശ്യം സാധാരണ നീറ്റ് സാധനം. ടേസ്റ്റ് ഉണ്ട്. കൊടുത്ത പൈസക്ക് വെറുതെ. കോഫിയും കൂടെ ആയപ്പോൾ ഹിറ്റ് അടി. ഇനി ഉച്ചക്കൊന്നും കഴിച്ചില്ല. ദഹിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഫുഡ് കഴിച്ചു. അങ്ങനെ മൈസൂർ എന്നാണ് ഉദ്ദേശിച്ചിട്ടാ. മുരുകൻ ഇഡ്ഡലി ഫുഡ് കഴിച്ചു. അടിപൊളി. മസാല ദോശ സൂപ്പർ. പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു. ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്, പക്ഷെ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് വട വിഷയം വട. ഇവിടെ 7 ടോട്ടൽ വാങ്ങി നമ്മളെല്ലാവരും കൂടെ. വട ഭയങ്കര മുരിഞ്ഞ് നല്ല രസമുണ്ട്. അത് 4 തരം ചമ്മന്തി അങ്ങനെയൊക്കെ സൂപ്പറായിരുന്നു. അത് കഴിച്ച് ഇനി റൂമിന് 10:30. ഇപ്പോൾ ടൈം 8 മണിയായിട്ടേ ഉള്ളൂ. പിന്നെയുള്ള റൂം 10 മണിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. 12 മണിക്കുള്ള റൂമാണ്. നമ്മൾ എയർബിൻബിയിൽ അവരുടെ അടുത്ത് കെഞ്ചി. അപ്പോൾ ഗസ്റ്റ് ഉണ്ട്, മാക്സിമം ഒരു 10 മണി അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഗസ്റ്റ് ഉള്ളതുണ്ട്. അപ്പോൾ ഷെയറേ ഓക്കെ, ബൈ. ഹായ്, ഹലോ. വാട്ട്സ് ഹെർ നെയിം? Casper. Hi. Is she okay to pet? Okay. Casper, how are you? Sugar Manu. She's not so aggressive, right? She's not aggressive.
താങ്ക് യു സർ. ട്രീറ്റി കൂടെ റൂം തേടി നടക്കുന്നു. കോലമൊക്കെ വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അവിടെയൊക്കെ ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട്. ഇവിടെ മൊത്തം അതേ ഉള്ളൂ. ടി നഗർ ഈസ് ഇൻസൈൻ. മേ ബി ദ നെക്സ്റ്റ് അല്ല പനമ്പള്ളി നഗർ ഓഫ് പിന്നെ ഐ ബിലീവ്. എന്താടാ ഭയങ്കര കാമാണ്. വലിയ ബഹളം ഇല്ല, വലിയതല്ല, ഒട്ടും ഇല്ല. വിജയുടെ വീട് ഇൻസ്പയർഡ് ബൈ വിജയ് ഹൗസ്. അതെ, സീക്രട്ട് എന്നറിയാം നമ്മുടെ വിജയ് ഇതല്ലേ എന്താണത്? രാവിലെ ഇളവി. ഞാൻ പറഞ്ഞ മസാല ദോശ കൂടുതൽ കഴിക്കില്ലെന്ന്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ടീംസാണ്. ചാർട്ടർ അക്കൗണ്ട്സ് അല്ലേ, നമ്മള് 4 വീടുണ്ട്. അതാണ് ഇത്രയും ഭയങ്കര. പിന്നെ പോയിട്ട് ബിൽഡിങ്സ് ഒക്കെ പഴയ ബിൽഡിങ്സ് ആണ് കാണുന്നുണ്ട്. വീടൊക്കെ ആയിരുന്നാലും പണ്ടത്തെ ഒരു ചെടി എല്ലാം കൊണ്ട് കൊള്ളാം. രസമായിരുന്നു. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അടിപൊളി. ഇതൊന്നും വരൂലെങ്കിൽ കൊള്ളാം. എടുത്ത് വെച്ചാൽ താങ്ക്സ്. ഡോക്യുമെന്ററി ഇടാ. ഡിസ്കവറി ഓക്കെ ബൈ. അങ്ങനെ കുറെ തെണ്ടലിന് ശേഷം റോഡ് കളിച്ചു. രസമല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഗ്രീനറി ആയിട്ടുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ചെന്നൈ സിറ്റി എന്ന് പറഞ്ഞത്. ബ്യൂട്ടി ലൈറ്റ് ഒക്കെ ഇതുവഴി ഒരു 1000 ഒക്കെ ഉണ്ട്, 1000 ഉണ്ടെങ്കിൽ കാറ്റ് തോന്നാം. അതെ. പോലീസ് ഹെൽമെറ്റ് കൊണ്ടിട്ട് ഇപ്പൊ അടിച്ചാൽ ഇതല്ലടാ റൂം, ഇതാണ് റൂം. ഇത് ഫ്ലാറ്റാ. ചോദിച്ചു നോക്ക്, അതായിരിക്കും ഇപ്പഴത്തേക്ക്. ഇതാണ് ഇവിടെ പോക്കാം. ഇവിടെയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഇവിടെ ഒരു മഞ്ഞ ടിന്റ് അല്ലേ അതുകൊണ്ട് ഇവിടെ നല്ല രസമുണ്ട്. പഴയ ബിൽഡിങ്സ് അല്ല ഇവിടെ കിട്ടാന്ന് വിചാരിക്കണം. അപ്പൊ സ്റ്റേറെ എന്നാ ശരി. അങ്ങനെ ഏതോ സ്ഥലമെത്തി. ഇവിടെയാണ് അടുത്ത റൂം. നമ്മൾ നേരത്തെ നോക്കിയ റൂം കിട്ടിയില്ല. നേരത്തെ എല്ലായിടത്തും ബുക്കിംഗ് ഫുള്ളായിരുന്നു. അപ്പോൾ ഇത് നാരായണൻകുട്ടി സെറ്റ് ചെയ്ത് വേറെ ഒരു ചെറിയ സ്ട്രീറ്റ്. നല്ല രസമുണ്ട് ഇവിടെ സ്ഥലങ്ങളൊക്കെയാണ്. ഒരു ആൻറ്റി എന്നിട്ട് ഒരു കൊച്ചിനെ തോടി കയറ്റി കൊണ്ടുപോകണ്ട. നല്ല സ്ഥലം, നല്ല സ്ഥലം. കുറേ എല്ലായിടത്തും അടിപൊളിയായിട്ട്. അപ്പോൾ ശരി, ഊബർ മാർഗം പോകുന്നു. ഇത് ചെറിയ ലോഡ്ജാണ്. എയർബിഎൻബി പിന്നെ കയറുള്ളൂ. തൽക്കാലത്തേക്ക് ഫ്രഷപ്പ് ചെയ്യാൻ സ്ഥലമുണ്ട്. വേറെ ഏതോ അണ്ടർഗ്രൗണ്ട് റൂം നോക്കണം. റൂം കൊള്ളായിരിക്കും തോന്നുന്നു. അത്യാവശ്യം ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രം. എയർബിഎൻബിയിലേക്ക് അത് കഴിഞ്ഞ് വൈകിട്ട് മറീന ബീച്ച്. എന്തായിരിക്കും അവസ്ഥ? റൂം ആയിരിക്കും. അങ്ങനെ എല്ലാവരും വെള്ളമായിട്ട് റെഡിയാണ്. നാരായണൻകുട്ടി വ്ളോഗ് ചെയ്യുന്നു. മറ്റവൻ വെറുതെ ഇരിക്കുന്നു. ഇത് നമ്മുടെ പോലത്തെ ബിൽഡിങ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതാണ് പുതിയ റൂം കേട്ടോ. നമ്മൾ കുറേ കറങ്ങി രണ്ടിടത്ത് നോക്കിയിട്ട് ഒരാളെ കിട്ടിയില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ലോഡ്ജ് എടുത്തു. അവിടെയാണ് നമ്മൾ ആദ്യം നിന്നത്. അതെനിക്ക് ഫ്രഷപ്പായി. ദെൻ നമുക്ക് ഇത് സത്യമായിട്ടും നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദൂരം മുട്ടുന്നില്ല. എനിക്ക് എങ്ങനെ മുട്ടിക്കുമ്പോൾ ഓക്കെ. ഇപ്പൊ നമ്മൾ തത്തയെ കാണാൻ പോകും. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഊബർ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പറ്റിച്ചോ ഇതല്ലേ? ഇതല്ലടാ. ഓക്കെ, ചെരുപ്പൊക്കെ മാറ്റി ഓക്കെ. Tata Indigo, let's go. റോഡ് ഇല്ലാത്ത സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇതാണ് വീട്. ഇതിന്റെ മുകളിലല്ലേ ടെറസ്? അത് ഇരുട്ടുള്ള വീട്. നല്ല മണം കേട്ടാടാ. ഹായ്. ഫ്രണ്ടിലൊരു കണ്ണാടി. ഏതാ കാണുന്നുണ്ട് ഇവിടെ? ഒന്നും മനസ്സിലാവുന്നില്ല. സ്ഥലം കാണാൻ വന്നതാണ്. അല്ല മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായില്ല.
അത് ഇലയില്ല, കിളിയായിരുന്നു. On behalf of we'll serve the two birds. Just touch the rice and the birds will come up to 5:45. If there is no birds, you can leave anytime. If there is a bird, do not give any movement. If you give a movement, it will fly off. Okay? And then if you carry any water bottle, take water bottle, drop in. We have a space in nearby school, so you can drop this. Thank you. പുള്ളിക്കാരെ കൂടുതൽ ഫുഡ് കൊടുക്കാം. അത് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഒരു 5:40 മാക്സിമം ബേഡ്സും കാര്യങ്ങളൊക്കെ വരാനായിട്ട് നമ്മളൊക്കെ ടച്ച് ചെയ്തിട്ടാണ്. അതായത് നമ്മളെ കൊടുക്കുന്നുള്ളൊരു അതല്ലടാ, നമ്മളിവിടെ കുറച്ച് വൃത്തി ഉണ്ടാക്കാനായിരിക്കും. പ്രശ്നത്തി ഉണ്ടാക്കാം. നമ്മളിവിടെ അതിൻ്റെ പാട്ടാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളും കൊടുത്തല്ലോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. கொஞ்சம் வீக் டேஸில் வந்தீங்கன்னா ஃப்ரீயாக பார்க்கலாம். சண்டேல இப்படி தான் இருக்கும், பர்பட்டர் ஜாம் மாதிரி தான் இருக்கும். வீக் டேஸில் வந்தீங்கன்னா கொஞ்சம் ஆறாமல் உட்காந்து பீஸாக பார்க்கலாம். இது ஒரு சின்ன பேட்ச் தான் நீங்கள் பார்க்குறது. ஜனவரியில் வந்தீங்கன்னா 15,000 பேரட்ஸ் வரும். இது ஒரு 2 பந்தி தான் சாப்பிடுவாங்க. அந்த நேரத்துக்கு 4-5 பந்தி 6 பந்தி சாப்பிடுவாங்க. அந்த நேரத்துக்கு இந்த மாதிரி கிளைமேட்டு இவ்வளோ ஒஸ்ட்டாக இருக்காது, கொஞ்சம் நல்லா இருக்கும். நார்த் ஈஸ்ட் மான்சூன் ஜில்லுன்னு இருக்கும். இவங்க வரும்போது நீங்கள் இங்கே ஒரு ஹெவன் மாதிரி ஃபீல் பண்ணுவீங்க. ஆமாம், டிசம்பர், ஜனவரி, பிப்ரவரி உட்காந்துக்குமா இதுமாதிரி உட்காந்து பயப்படுவோம். பேக் பண்ணுங்க, நல்லா உட்காருங்க. இல்லை உட்கார வராது. அந்த நேரத்துக்கு கொஞ்சம் முட்டிக்கால் போட்டு பாருங்க. ஷேக் மட்டும் பண்ணக்கூடாது, ஸ்லாப் பண்ணக்கூடாது, சவுட்டிங் பண்ணக்கூடாது. அவங்க பறக்கும்போது ஹான்னு கத்தக்கூடாது. புரியுதுங்களா? எமோஷன் ஆகிடக்கூடாது. நிதானமாக பார்த்தீங்கன்னா எல்லாருமே பார்க்கலாம். இதெல்லாம் பீஸ்ஃபுல்லாக பார்க்குற இடமா, கத்தக்கூடாது. ஏன்னா அவங்க சாப்பிட வராங்க. நீங்கள் இதை விட பெட்டராக பார்க்கணும்னா ஜனவரியில் வந்தீங்கன்னா அருமையாக பார்க்கலாம். இது ஒரு சின்ன பேட்ச் தான். நீங்கள் ஜனவரியில் வந்தீங்கன்னா இதை விட நிறையா பார்க்கலாம். ஹெவன்மாக இருக்கும். இந்த மரங்கள் ஆடி ஆடி பழங்கள் கீழே கொட்டிடும். அவங்களுக்கு ஃபுட்டு இருக்காது, ஷெல்டரும் இருக்காது, தங்கறதுக்கு இடம் இருக்காது. அதனால அந்த சீசனில் நிறைய பறவைகள் வரும். 15,000 கிளிகள் வரும். நாட் ஓன்லி கிளிகள், ஸ்பேரோ வரும். புறாக்கள் இப்போ வந்து ஆட் ஆகிட்டு இருக்கிறாங்க. ஏன்னா நம்ம ஊரில் தர்மம் அவ்வளோ நல்லா பண்ணுறாங்கன்னு எல்லாருமே தர்மம் பண்ணுறாங்க. முதல்ல அந்த ஜனவரியில் நம்ம மார்கழி மாதத்தில் பொம்பளைங்களாம் அரிசி தூவி விட்டுருந்தாங்க. இப்போ பொம்பளைங்க அரிசி தூவுறது இல்லை, இனியும் முடியல நம்மளால. அதனால பறவைகள்லாம் என் வீட்டுக்கு தான் நிறைய வராங்க. இவங்களுக்கு ஃபுட்டு ஷார்ட்டேஜ். இங்கே ஒரு 10,000 மரம் எடுத்துட்டாங்க. இந்த மாதிரி மரங்கள் போய் எத்தனை தான் வராங்க நம்ம கவர்மெண்ட்டில். கவர்மெண்ட் கேட்டால் பப்ளிக் சொல்கிறாங்க, பப்ளிக் கேட்டால் கவர்மெண்ட்டு. மாற்றி மாற்றி பேசி இயற்கையே அழிச்சுன்னு இருக்கிறாங்க. நாட் ஓன்லி பேரட்ஸ், இங்கே ஈகிள் கூட ஒன்று சாப்பிடுவாங்க. ஒரு 10 ஈகிள் வருவாங்க. அந்த ஃபுட்டு ரெடி ஆகல. அந்த ஈகிள் கூட 8 வருஷமா இந்த ஆன்டினால தான் தங்கி இருக்கிறான். ஏன்னா மரங்கள் இல்ல. நீங்க முடி மட்டும் ஆட்டாதீங்கம்மா, கொஞ்சம் எனக்கு பயமா இருக்குது. கொஞ்சம் பேக்ல உட்காந்துருங்க. முடி மட்டும் இப்படி ஆட்டாதீங்க. ஆமா, வேற கொஞ்சம் மீன் கேக்குறான். ஏன்னா பத்த மாட்டேங்குது ஃபுட்டு. மீன் வச்சோம், மீன் வந்து சாப்பிடும். போறியம்மா கழுவிட்டு മീന് പോരെ ഒരു ജീവി വശത്ത് ഇങ്ങനെ പ്രാവുകൾ എത്തി തുടങ്ങി. പ്രാവുകളും
ആവശ്യത്തിന് പാട്ടിങ് അടിച്ചല്ലേ. ഫോണിപ്പോ ഓഫായിരുന്നു. സോ എല്ലാ ക്ലിയറേയും കണ്ട് കുറെ ബിറോളം എടുത്ത്, ബിറോളല്ല എയറോളായിട്ട് തന്നെ പോകും. പ്രത്യേകിച്ച് ഞാനൊന്നും റെക്കോർഡിൽ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. നല്ല വിഷയമായിരുന്നു. പിന്നെ ഇത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പാരറ്റ് ഈ പെറ്റ്സിനെ കാണിച്ചിട്ടുള്ള പരിപാടിയിൽ കുറെ പേരുടെ മൈൻഡ് സെറ്റ് ആവുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇപ്പൊ പുറത്തുനിന്ന് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പിന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് ഇത് കണ്ട് നല്ല ചില്ലായിട്ട് പോകും. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇവിടെ വന്ന് കാണാൻ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ മൈൻഡൊക്കെ റിലാക്സ് ആവും. പറഞ്ഞിട്ടും കാര്യമുണ്ട്. പിന്നെ അയാൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ടാണ് ഇത്ര ആൾക്കാരെ ഓരോന്നായിട്ട് റിസർവ് ചെയ്ത ആൾക്കാരെ കൊണ്ടുപോയി കാണിക്കുന്നത്. അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇനി ബാക്കി നമ്മൾ വേറെ എവിടെയെങ്കിലും പോകും. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി ഇവിടെ റൂം അന്വേഷിച്ചും പിന്നെ അങ്ങനെ പരിപാടിയൊക്കെ. പിന്നെ നല്ല സ്ഥലമാണ്, എല്ലായിടത്തും നല്ല വിഷയ സ്ഥലം. അത്രയും കുളം. ഇനി മറീന ബീച്ച്, ലെറ്റ്സ് ഗോ. മാറില്ല, ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള വിഷയം. ജസ്റ്റ് ലൈക്ക് ജപ്പാൻ പോയിട്ടില്ല. നല്ല സ്ഥലല്ലേ ജപ്പാന്റെ മുന്നിൽ. ഫുള്ളി ക്ലോസ്ഡ്. ഭയങ്കര രസമല്ലേ കാണാൻ. നമുക്ക് വേറെ അപ്പുറത്ത് ഓഫീസുകളൊക്കെ തോന്നുന്നു. ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെയൊക്കെ തോന്നണം. നോർമലി നമ്മളിവിടെ കാണും ചെസ്റ്റ് വരെയൊക്കെ അവരുടെ ക്ലാസ്സുള്ള സമയം മറ്റേ അങ്ങോട്ടൊക്കെ കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂരിൽ അങ്ങോട്ടൊക്കെ. പക്ഷെ ഇത് ഫുള്ളി അതിനർത്ഥം ഈസി AC ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ഏറ്റവും താഴെത്തി, ടിക്കറ്റ് എടുത്തു. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫ്രീക്കിംഗ് ട്രെയിൻ. നേരെ 1000 എന്തോന്നതിന്റെ പേര് 1000 ലൈറ്റ്സ് പോകണം. അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് 1.5 കിലോമീറ്റേഴ്സ് ഉണ്ടാവുള്ളൂ മറീന ബീച്ചിലോട്ട്. അപ്പോൾ ഒന്നുമില്ല, അങ്ങോട്ട് പോട്ടെ. ബൈ. ഫുഡ് പറഞ്ഞാൽ പലിശ ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയിൽ കൂടി ഫുഡുകളൊക്കെ. ഇനി ആളിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. എവിടെയെങ്കിലും ലോക്കലായിട്ടുള്ള ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് 4:30 ബസ് ഉണ്ട്. ഇപ്പം ടൈം വന്നിട്ട് 3 o'clock ഇനി ആഫ്റ്റർനൂൺ. ഇനി കേരളത്തിലേക്ക് കേരള പസങ്ങളെ നല്ല പസങ്ങള്.